ഞാനും എൻ്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. വേറെ ഒരാളായിട്ട് ബന്ധമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായനശാല ചെന്നാൽ കാണാം, ഒരു ചായക്കടയിലെ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ. ഹായ്, നമസ്കാരം. ഇന്നലെ സലീം കുമാർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, പെൺകുട്ടികൾ ഒരു ബോധമില്ലാണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 100% ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെക്കുറിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ ഈ ഫോൺ നമുക്ക് ഒരു നിമിഷം പോലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അത്രയ്ക്കുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആ ഫോണിലോട്ട് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റായിട്ട് തോന്നില്ല. പെൺകുട്ടികൾ മാത്രമല്ല, പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ആൺകുട്ടികൾ എന്തായാലും പെൺകുട്ടികൾ വിളിക്കുന്നതിനിടയ്ക്ക് അപ്പുറത്ത് മറുതിലൊക്കെ എന്തായാലും ഒരു ആണ് കാണും. അതുകൂടാതെ നമ്മളിപ്പം പെൺകുട്ടികളെയും യുവാക്കളെയും മാത്രമായിട്ട് പറയണ്ട, ഇപ്പോൾ എല്ലാം വീട്ടമ്മമാരാണെങ്കിലും ഈ അമ്മാവന്മാരാണെങ്കിലും ഒക്കെ റോഡിലിരുന്നാൽ എല്ലാം അവരുടെ ഫോണിൽ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും. നമുക്കറിയാത്ത കാര്യങ്ങൾ വരെ അവർക്കറിയായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസം. പണ്ടൊക്കെ ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം പൊരുളെന്തെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ആണെങ്കിൽ മരണ വീട്ടിൽ പോയിരുന്നാലും നമ്മൾ കല്യാണ സദ്യ ഉണ്ടാകാൻ പോയിരുന്നാലും ഒക്കെ നമ്മൾ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കും. ഒരാളുടെ വീട്ടിലിപ്പോൾ മരണം നടന്നിരുന്നാൽ ആ ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ തന്നെ മരിച്ചെന്ന് വിചാരിച്ചോളൂ, ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പതിവ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന് ഉദ്ദേശം. അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഫോണിലായി. ഫോണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വട്ടം ചുറ്റി നിൽക്കുന്ന ഒരു രീതി ആയിപ്പോയി. അതുകൊണ്ടാണ് ഫോണ് നല്ലതിനും ഉണ്ട് ചീത്തയ്ക്കും ഉണ്ട്. പിന്നെ കുറേ പേരിപ്പം ഈ ഇറങ്ങിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു പോകുന്നത്, അതെല്ലാം ഫോൺ വഴി ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. അത് നല്ല കാര്യങ്ങളല്ല. അതുകൊണ്ട് എല്ലാവരും ഇതിൽ ബാധകമുള്ളതായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചോ, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവൂലേ ഈ തിരക്ക്, നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക. ഇവര് എന്തെന്നാണ് പറയുന്നത്? ആരോടാ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും. ഒരാൾ വിളിക്കാൻ നമുക്ക് വിചാരിക്കാം, ഇത് ഒരാളല്ലേ. ഇത് വരുന്ന, ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, വരുന്ന സകല പിള്ളേരും ശ്രദ്ധിക്കുന്നേയില്ല. ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറും, അതുമില്ല. ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, പിന്നെ അദ്ദേഹം പോയപ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരുടെ കയ്യിലും ഫോണ് ചെവിയിൽ എന്തായാലും ഫോൺ ഉണ്ടായിരിക്കും. ഒരു പെൺകുട്ടിയെ പോലും അദ്ദേഹം കണ്ടില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഇപ്പം എല്ലാവരും വണ്ടിയിൽ പോകുമ്പോഴും ഫോണ് ചെവിയിൽ കാണും. ഇന്നാൾ ഞാനും പോയപ്പോൾ കണ്ടത് പറ്റത്തില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഫോൺ കൊണ്ട് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഫോൺ വഴി ചാറ്റിങ്ങും ഫോൺ വഴി പണ്ടൊന്നും ഇങ്ങനെ ഇല്ലാത്ത, പണ്ടൊക്കെ ഉള്ള ആൾക്കാരുടെ പ്രണയങ്ങൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവരെല്ലാവരും കാണുമ്പോൾ ലെറ്റർ അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോഴൊക്കെയാണ് ഈ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ടുള്ള കാണലും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നമ്പർ വാങ്ങും, പിന്നെ വിളിയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ എല്ലാവരും ബാധകം ആവുമെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഫോൺ കൊണ്ട് കൂടുതലും നമുക്ക് ഉപയോഗത്തിനും ഒരു ഭാഗമുണ്ട്, പക്ഷെ ദോഷമായിട്ടുള്ള കാര്യങ്ങൾക്കും ഉണ്ട്. നമ്മൾ ഇപ്പം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമൊക്കെ തുടങ്ങുകയാണെങ്കിലും പണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ പോയി മേടിക്കുകയാണ് ചെയ്യാറ്. ഇപ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്, നമ്മൾ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നല്ല ഗുണങ്ങളാണ്. കാരണം നമ്മുടെ ജീവിത ശൈലി മാറുന്നതിനനുസരിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങളാണ്. നമ്മൾ പണ്ടത്തെ ആ ഒരു രീതിയൊക്കെ മാറിയിട്ട് നമ്മുടെ കൈക്കുള്ളിൽ എത്തുന്ന കുറേ കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. പക്ഷെ ഇതിന് ബാഡായിട്ട് കുറേ കാര്യങ്ങൾ ഈ ഫോൺ കൊണ്ടുണ്ട്. അത് മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എല്ലാവർക്കും എന്താണ് അഭിപ്രായം എന്ന് എനിക്ക് അറിയത്തില്ല. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഓരോ സ്ഥലങ്ങളിൽ പോയി ഈ ഫോൺ മാത്രം മതി സത്യം പറഞ്ഞാൽ. എവിടെയാണോ വിളിക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് പിന്നെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് എല്ലാ മാതാപിതാക്കളും അടുത്ത് വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് അവരൊന്നും അറിയില്ലേ എന്നുള്ളൊരു പാടാണ്. അവർക്ക് വീട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കും മക്കൾ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. എല്ലാം ഫോൺ വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങൾ എന്തായാലും ഈ ഫോണിനുണ്ട്, നല്ല വശങ്ങളും ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സൈഡിലും നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളുണ്ട്.